അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയങ്ങളിൽ സൗദി അറേബ്യയുടെ നിരാശ വർദ്ധിച്ചു വരികയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ ട്രംപ് സ്വീകരിച്ച കടുത്ത നിലപാടുകൾ ഇപ്പോൾ ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് മേഖലയെ നയിക്കുന്നുവെന്ന തോന്നൽ റിയാദിലെ ഭരണാധികാരികൾക്കിടയിൽ ശക്തമായിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. ഇറാന്റെ സൈനിക പ്രകോപനങ്ങളെ നേരിടുന്നതിൽ അമേരിക്ക കാണിക്കുന്ന തന്ത്രപരമായ പിഴവുകൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ സൗദി ഇപ്പോൾ സംശയാലുക്കളാണ്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ നയങ്ങൾ മേഖലയെ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ കരുതുന്നുമുണ്ട്. യുദ്ധം എന്ന സാഹചര്യം പശ്ചിമേഷ്യയുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്ന് സൗദി തിരിച്ചറിയുന്നു. എണ്ണ വിപണിയെയും അതുവഴി ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുന്ന വിധത്തിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ റിയാദ് ആഗ്രഹിക്കുന്നത്. മുൻപ് ഇറാനെതിരെ കടുത്ത നടപടികൾ ആഗ്രഹിച്ചിരുന്ന സൗദി ഇപ്പോൾ പതുക്കെ ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നതായാണ് കാണുന്നത്. സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ഭയം തങ്ങളുടെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ ഒന്നായ സൗദിക്ക് നേരെ ഇറാന്റെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കും. കഴിഞ്ഞ കാലങ്ങളിൽ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ഈ ഭയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ സൈനിക സാന്നിധ്യം മേഖലയിലുണ്ടെങ്കിലും ഒരു യഥാർത്ഥ യുദ്ധമുണ്ടായാൽ സൗദിയെ പൂർണ്ണമായും സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്ന അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ വാഗ്ദാനങ്ങളും പ്രവൃത്തികളും തമ്മിലുള്ള വൈരുദ്ധ്യം സൗദി ഉദ്യോഗസ്ഥരെ അസ്വസ്ഥരാക്കുകയാണ്. വിശ്വസനീയമായ ഒരു പ്രതിരോധ തന്ത്രത്തിന്റെ അഭാവം സൗദിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. നിലവിൽ സൗദി അറേബ്യൻ ഉദ്യോഗസ്ഥർ പരസ്യമായി മിതത്വം പാലിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. മേഖലയിലെ പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നയതന്ത്ര നീക്കങ്ങൾക്കാണ് അവർ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കി ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് റിയാദ് തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനും സൗദി ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രാദേശിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് സൗദി അറേബ്യയുടെ മാത്രം പ്രശ്നമായി അവശേഷിക്കില്ല. ഇത് അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയും ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ തിരിച്ചറിവാണ് ഡി എസ്കലേഷൻ അഥവാ സംഘർഷം ലഘൂകരിക്കുക എന്ന നിലപാടിലേക്ക് സൗദി എത്തിച്ചത്. ട്രംപിന്റെ നയങ്ങൾ അപ്രവചനീയമായതിനാൽ കൂടുതൽ കരുതലോടെ നീങ്ങാനാണ് സൗദിയുടെ തീരുമാനം. അമേരിക്കയുടെ ഇറാൻ വിരുദ്ധ നീക്കങ്ങളിൽ മുൻപ് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന സൗദി ഇപ്പോൾ തങ്ങളുടെ സ്വന്തം സുരക്ഷ മുൻനിർത്തി പുതിയ വഴികൾ തേടുകയാണ്. ട്രംപിന്റെ പല തീരുമാനങ്ങളും മേഖലയിലെ സന്തുലിതാവസ്ഥയെ തെറ്റിച്ചു എന്നാണ് സൗദിയുടെ വിലയിരുത്തൽ. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണത്തെ പോലും ബാധിച്ചേക്കാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ട്രംപിന്റെ ഇറാൻ നയങ്ങളിലെ പിഴവുകൾ പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധത്തിന്റെ മുനമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. തന്റെ രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും മുൻനിർത്തി സൗദി അറേബ്യ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും അല്പം അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നു. സമാധാനപരമായ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൗദി നൽകുന്ന മുൻഗണന വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. പഴയ സൗഹൃദം നിലനിർത്തുമ്പോഴും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സൗദി അറേബ്യ നടത്തുന്ന ഈ മാറ്റം ട്രംപിന്റെ വിദേശ നയങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിൽ അമേരിക്കയ്ക്ക് എത്രത്തോളം പങ്കുവഹിക്കാനാകുമെന്നത് വരും നാളുകളിൽ കണ്ടറിയേണ്ടി വരും. സൗദിയുടെ ഈ അതൃപ്തി ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്.